കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പാകിസ്ഥാന്റെ ഉറുദു അതേപോലെ പല പഷ്തൂൺ അങ്ങനെ പല ഭാഷകളിൽ വരുന്ന പത്രങ്ങളിൽ, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ പലതും മാറ്റി എഴുതാൻ തുടങ്ങി. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, പാകിസ്ഥാൻ പത്രങ്ങളെല്ലാം ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയിൽ നടക്കുന്ന ടെറർ ആക്ടിവിറ്റീസിനെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ആ രാജ്യത്തിന്റെ പോളിസിയാണ്. അതിനേക്കാൾ ഉപരി പാകിസ്ഥാനിലെ ജനങ്ങൾക്ക്, ഇസ്ലാമിക വിഭാഗമാണ് ഏറ്റവും കൂടുതൽ, അവർക്കെപ്പോഴും ടെററിസമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള വാർത്തകൾക്ക് കൂടുതൽ താല്പര്യം, വായിക്കാൻ ഭയങ്കര ആവേശവും പ്രൊവോക്കേഷനും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പാകിസ്ഥാനിലെ പത്രങ്ങളിൽ ഏറ്റവും അധികം വാർത്ത വരുന്നത് ടെററിസത്തിനെതിരെ, അതായത് അതിൻ്റെ അകത്തൂടെ പറഞ്ഞു പോകുന്നത് ഇന്ത്യക്കെതിരായി നടക്കുന്ന ടെററിസം പാകിസ്ഥാൻ ഗവൺമെന്റ് അവസാനിപ്പിക്കണം. ഇന്ത്യക്കെതിരായിട്ടുള്ള ടെററിസ്റ്റുകൾ എവിടൊക്കെയുണ്ട് അവരെ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യണം. ഇതിത്രയും പറയാൻ കാരണം എന്താ? അതായത് കിട്ടേണ്ട അടുത്ത് അടി കിട്ടി, ഇതാണ് അതിന്റെ കാരണം. അപ്പൊ അവിടുത്തെ പാകിസ്ഥാൻ സുഹൃത്തുക്കള്, അതായത് ചില ജേർണലിസ്റ്റ് ഉറുദു പത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ആള്, അപ്പൊ അവര് പറയുക ഇന്ത്യയിലുള്ള പല ടെറർ അറ്റാക്കുകൾക്കെതിരെയും അവർക്ക് എഴുതണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ പോളിസിയും പാകിസ്ഥാൻ ഈ പത്രം വായിക്കുന്നവർക്കും ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണം. അതുകൊണ്ടൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് പോലും കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ടെററിസ്റ്റെ അനുകൂലിച്ച് തന്നെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴാ ചേഞ്ച് ഉണ്ടായി. കാരണം ബലോചിസ്ഥാനിൽ കിട്ടിയ അടി, പിന്നെ അജ്ഞാതന്മാർ കയറി അവിടെ അങ്ങ് വിളയാടുകയാണ്. അപ്പൊ അതിനകത്ത് കിട്ടിയ അടി പാകിസ്ഥാനിൽ സ്ഥിരമായിട്ടങ്ങ് ബോംബ് പൊട്ടാൻ തുടങ്ങി. എവിടെ നോക്കിയാലും ബോംബ്, അതായത് ആഹാരത്തെക്കാൾ ബോംബുകളായി മാറി. ഞാൻ തമാശ പറഞ്ഞാണെങ്കിൽ വളരെ സീരിയസ് ആണ് ഇഷ്യൂ. റംസാൻ മാസത്തിൽ ബോംബുകളോട് ബോംബ്, അവിടെ ആൾക്കാർക്ക് സ്വസ്ഥതയില്ലാതായി. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പാർട്ടുണ്ട്, ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. അതായത് ഉറുദു ഒരു പത്രത്തിൽ എഴുതിയേക്കുവാണ് എഡിറ്റോറിയലിനകത്ത്, പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു ബോംബ്, അതായത് ടെററിസ്റ്റുകൾ ഇന്ത്യയിൽ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ 48 മണിക്കൂറിൽ 50 ബോംബ് പാകിസ്ഥാനിൽ പൊട്ടും. പിന്നെന്തിനാ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം പാകിസ്ഥാൻ ഗവൺമെന്റിനും പട്ടാളത്തിനും പോലീസിനും തടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. പിന്നെ പൂർണ്ണമായിട്ട് പിന്മാറുക, അതായത് പൂർണ്ണമായിട്ടും ടെററിസ്റ്റുകളെ ഒഴിവാക്കുക. അല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ അവിടെ പോലീസും പട്ടാളവും ഇല്ലാതാകും. ഇങ്ങനെയുള്ള ലേഖനങ്ങളും വരാൻ തുടങ്ങി. അതായത് ഞാൻ നേരത്തെ 1-2 വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നവര് അതിൻ്റെ എഴുതിയേക്കാണ് 71 വാറിൽ ഇന്ത്യ അന്ന് വിജയിച്ചു. കറക്റ്റാണ്, വിജയിച്ചു. അത് ഇന്ദിരാഗാന്ധിയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സംഭവമാണ്. ആദ്യം ഇന്ദിരാഗാന്ധി അനുകൂലിച്ചില്ല, പക്ഷെ സാം മനേക്ഷയും ഇന്ത്യൻ പട്ടാളക്കാർ നേടിയെടുത്ത വലിയ വിജയമാണ്. ഉറപ്പായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു, അവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ 71 വാറിന് ശേഷം ഇങ്ങോട്ട് ആലോചിച്ച് നോക്കുക, 50 വർഷമായി മുകളിലായി. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നിങ്ങൾ നോക്കൂ, എത്ര ബോംബുകളാ പൊട്ടിയത്. ഇതിനെന്ത് പരിഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? അതിനുശേഷം ഇന്ത്യ ഭരിച്ചതാണല്ലോ. ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം മുഴുവനും തകർക്കുന്ന രീതിയിൽ ഈ കാശ്മീർ ഭീകരന്മാരും മറ്റു ഭീകര പ്രസ്ഥാനവും വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ചെയ്ത വൃത്തികേടുകൾ, ഇന്ത്യയുടെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് പ്രശ്നമുണ്ടാക്കി, ഏതൊക്കെ സിറ്റികളിലാണ് ബോംബ് പൊട്ടിയത്. ഇപ്പോഴല്ലേ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. അതായത് ഡിഫെൻസീവിൽ നിന്ന് മാറി ഒഫെൻസീവിലായിട്ട് തന്ത്രപരമായിട്ട് മെനഞ്ഞെടുത്തു. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് പാകിസ്ഥാൻ പത്രങ്ങൾ മാറ്റി എഴുതിയില്ലേ. കാരണം ഇന്ത്യയെ ഉപദ്രവിക്കുന്ന ഭീകരന്മാരെ പാകിസ്ഥാൻ ഒഴിവാക്കണം, അവരെ ജയിലിൽ അടയ്ക്കണം. ഒരു കാരണവശാലും പാകിസ്ഥാൻ ഗവൺമെന്റ്, പാകിസ്ഥാൻ പട്ടാളവും ISIS ഇവരെ സഹായിക്കാൻ പാടില്ല. ആരൊക്കെയാണ് ഡോസിയർ, അതായത് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവരെ ഇന്ത്യക്ക് കൈമാറാൻ വരെ പാകിസ്ഥാൻ പത്രങ്ങൾ എഴുതാൻ തുടങ്ങി. അത് വലിയ മാറ്റമാണോ? അതൊരു ഹിസ്റ്റോറിക്കൽ ചേഞ്ച് തന്നെ ഇല്ലയോ പാകിസ്ഥാനിലുണ്ടായ മാറ്റം? കാരണം അവൻ പീസ് ആകാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ സംഭവം. തിരിച്ചടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ആ രാജ്യം നിലനിൽക്കില്ല. ബോംബുകൾ കൊണ്ട് ആ രാജ്യം അങ്ങ് പൊട്ടാൻ തുടങ്ങി. അവിടുന്ന് RDX ഉണ്ടാക്കുന്നു, ഇന്ത്യയിലോട്ട് കടത്തുന്നു, AK-47 റൈഫിള് ഇന്ത്യയിലോട്ട് കടത്തിവിടുന്നു, ടെററിസ്റ്റുകളെ ട്രെയിനിങ് കൊടുക്കുന്നു.
ഗറില്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നു, അവരെ ഇന്ത്യയിലോട്ട് കടത്തിവിടുന്നു. അതിന് പൂർണ്ണമായിട്ട് പാകിസ്ഥാൻ പറുദീസ വിരിച്ചു കൊടുത്തു. ഈ പറയുന്ന ഈ ടെററിസ്റ്റുകൾക്ക് മുഴുവൻ അവിടെ അവരുടെ ജീവിതം ആഹ്ലാദപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പ്രാവശ്യം ഞാൻ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞ സമയത്ത് ഈ ഇസ്ലാമാബാദ് വെച്ച് ടെറർ ലീഡേഴ്സുമായിട്ടൊന്ന് മീറ്റ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് അറേഞ്ച് ചെയ്ത്, പാകിസ്ഥാൻ ജമാഅത്തിൻ്റെ ഒരു നേതാവ്. അപ്പോൾ അവർക്കൊക്കെ ഇന്ത്യ എന്ന് പറയുമ്പോൾ കടിച്ചു കയറുന്ന രീതിയിലാണ്. 1% പോലും അവർ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മത തീവ്രത അവൻ്റെയൊക്കെ വെടി തീർന്നു. ആ പറഞ്ഞ അന്ന് ഞാൻ കണ്ട 4-5 പേരെ ജീവനോടില്ല ഇന്ന്. അതൊക്കെ പറയുമ്പം ഉറപ്പായിട്ടും പാട്രിയോട്ടിക്കായി എനിക്ക് ആഹ്ലാദമോ ആവേശമോ. കാരണം അന്ന് അവരെന്നോട് സംസാരിച്ച രീതി, അന്ന് ഈ പറയുന്ന പോലെ ഈ BJP ഭരണമൊന്നും വന്നിട്ടൊന്നുമില്ല, കോൺഗ്രസ് ഭരിക്കുക. എന്നിട്ട് പോലും അവർക്കതിന് തീവ്രതയാണ്. ഇന്ത്യ വെട്ടിമുറിക്കണം, ഇന്ത്യയുടെ മുസ്ലിങ്ങളെ മുഴുവനും തീവ്രവാദികളാക്കണം, ഇന്ത്യയെ നശിപ്പിക്കണം, ഇന്ത്യൻ നഗരങ്ങളിൽ മുഴുവനും ബോംബ് വെക്കണം, ഇന്ത്യയെ പല പല പീസുകളാക്കണം. അപ്പം അന്ന് ആ മീറ്റിങ്ങിനകത്ത് ISIS-ന്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്താത്ത ഒരാൾ അതിനകത്ത് പങ്കെടുത്തു. കാരണം അവരെന്തൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത് അയാൾക്കും അറിയണം. കാരണം ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. ആ ഓഫീസർ പോലും അയാൾ പോലും ജീവനോടിരിപ്പില്ല. അപ്പം എത്ര കൃത്യമായിട്ടാണ് എനിക്ക് ഓരോ വാർത്തകൾ കിട്ടുന്നത് പാകിസ്ഥാനിൽ നിങ്ങൾക്ക് പിടികിട്ടും. ഞാൻ ചോദിച്ചു, ഈ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ചോദിച്ചോ, അത് അവരൊക്കെ തീർന്നു പോയെന്ന് പറഞ്ഞു. അതായത് പാകിസ്ഥാനിൽ ഈ അജ്ഞാതം കയറി വിളയാടി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരങ്ങ് തീരാൻ തുടങ്ങി. അപ്പം ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ പറയേണ്ട ഒരു സംഭവമുണ്ട്. പാകിസ്ഥാൻ മീഡിയയിലുണ്ടായ ഈ വിപ്ലവകരമായ മാറ്റം അത് അടികിട്ടിയോണ്ടല്ലേ ഒമാരെ. അതല്ലാതെ ഏതെങ്കിലും ഒരു പത്രം എഴുതുമോ? ഒരു ബോംബ് ഇന്ത്യയിൽ പൊട്ടുവാണെങ്കിൽ 50 ബോംബ് 48 മണിക്കൂറിൽ പാകിസ്ഥാനിൽ പൊട്ടും. എന്തിനാ ഇത്രയും പേരെ ബലി കൊടുത്ത് നിരപരാധികൾ ചാവുന്നത്? അതിനേക്കാൾ ഏറ്റവും നല്ല തീവ്രവാദികളെ ഇവിടുന്ന് ഒഴിവാക്കുക. അവരെ എത്ര പേരാണ് ഇന്ത്യക്ക് ആവശ്യമുള്ള അവരെ വിട്ടുകൊടുക്കുക. അതായത് ചില പത്രങ്ങളിൽ തീവ്രവാദം വേണ്ട, കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമില്ലാതാകും. അവസാനം അതുമാത്രമാണ് ഹമാസിൻ്റെ ഫാനുകളായി, ഹിസ്ബുള്ളയുടെ ഫാനുകളായി ലോകത്തെവിടെ തീവ്രവാദികൾ ഉണ്ടാകുന്നു അതിൻ്റെ മുഴുവൻ ഉറവിടം പാകിസ്ഥാനായി മാറി. ഒരു രാജ്യത്തിൻ്റെ ഗതികേടെ അവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനം മാത്രമാണ്. സോ ഫാസിനേഷൻ. അത് സെലിബ്രേഷൻ മോഡിലോട്ട് പോയില്ലയോ? ഇത് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനും ആക്രമകാരിയല്ല, ഒരാളെ നശിപ്പിക്കണം താല്പര്യമില്ല. ഭയങ്കര സമാധാന പ്രേമിയാണ് ഇന്ത്യക്കാരൻ. അത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ ഫോർഫാദേഴ്സ് നമുക്ക് തന്നതാണ്. ആ രീതിയിൽ പോകുന്ന നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഈ പാകിസ്ഥാനും അവിടുത്തെ വൃത്തികെട്ട മതരാഷ്ട്രീയവും മത പോലീസും മതപട്ടാളവും അവന് നമ്മൾ ഈ കഴിഞ്ഞ 11 വർഷമായിട്ടില്ല തിരിച്ചടി കൊടുക്കുന്നത്. അതിനുശേഷമല്ലേ എൻ്റെ അണ്ണാക്ക് കയറി മാറിയത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ സുഡാപ്പികളുണ്ട്. സുഡാപ്പികൾ നിങ്ങൾക്ക് ഇതൊരു ഭീഷണിയാണ്, നിങ്ങളൊക്കെ സ്കാൻഡാണ്. ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾ കൂടുന്ന ആളൊന്നും നിങ്ങൾ വിളച്ച ഈ സംഭവം നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ജീവിച്ചോണം. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രവാദവുമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു ഇന്ത്യക്കാരനും സമ്മതിച്ചു തരത്തില്ല. ചിലപ്പോൾ ഇവിടുത്തെ കമ്മികളും പോങ്ങികളും ആ വൃത്തികേട്ടന്മാരൊക്കെ സമ്മതിക്കുമായിരിക്കും, പക്ഷെ യഥാർത്ഥ ഇന്ത്യക്കാരൻ സമ്മതിക്കില്ല. അത് ഇന്ത്യയുടെ ശപഥമാണ്. അതാണ് പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ,
ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.